നിലാക്കീറിലേക്ക് സ്വാഗതം. നഗരത്തിലെ വളരെ പ്രശസ്തനായ ഒരു ഭിഷഗ്വരനായിരുന്നു അയാൾ. തൻ്റെ അപ്പൻ്റെ തിരക്കു പരിഗണിച്ച് അയാൾക്കൊഴിവുള്ള ഒരു ദിവസമാണ് തൻ്റെ ആദ്യ പുസ്തകത്തിൻ്റെ പ്രകാശനം നടത്താൻ അവൾ തിരഞ്ഞെടുത്തത്. മകളോടൊപ്പം ആ ദിവസം പൂർണ്ണമായും ഉണ്ടാകുമെന്ന് അയാൾ ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ചടങ്ങ് തുടങ്ങുന്നതിന് അല്പം മുമ്പാണ് ആശുപത്രിയിൽ നിന്നും അയാൾക്ക് വിളി വന്നത്. ആ ഫോൺ വന്നതും അയാളുടെ മുഖം മാറിയതും കണ്ടപ്പോൾ സംഭവം എന്തായിരിക്കുമെന്ന് അവൾക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. അവൾ ആ മനുഷ്യനോട് ചെന്ന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: പപ്പ, എൻ്റെ പുസ്തകം പപ്പ പ്രകാശനം ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് എൻ്റെ മാത്രം സന്തോഷമാണ്. പക്ഷേ എൻ്റെ സന്തോഷം ഞാൻ പങ്കുവച്ചാൽ ഒരു ജീവൻ രക്ഷപ്പെടുമല്ലോ. ശരിക്കു പറഞ്ഞാൽ ഞാൻ വിലമതിക്കുന്നതല്ലേ പങ്കുവെക്കേണ്ടത്, എനിക്ക് ബാക്കിയുള്ളതല്ലല്ലോ. പപ്പ പോയിട്ട് വാ. അത് പറഞ്ഞ് ആ മനുഷ്യനെ പറഞ്ഞയച്ചു കഴിഞ്ഞപ്പോൾ ഒരു എഴുത്തുകാരി എന്നതിനേക്കാൾ ആ നിമിഷത്തെ ഓർത്ത്, അങ്ങനെ പറയാൻ കഴിഞ്ഞതിനെ ഓർത്ത് അവൾക്ക് അഭിമാനം തോന്നി. കാരണം തൻ്റെ അവകാശത്തെ വേണ്ടെന്ന് വയ്ക്കാനുള്ള ബലം അവൾ ആ നിമിഷം കാണിക്കുകയായിരുന്നു. അതുപോലെ യേശുവും ശിഷ്യന്മാരും തങ്ങളെ തന്നെ ഓർത്ത് സന്തോഷിച്ച ഒരു സന്ദർഭം സുവിശേഷത്തിലുണ്ട്. ആ കഥാസന്ദർഭം ഇങ്ങനെയാണ്: ചില കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ട് യേശു 12 അപ്പോസ്തലന്മാരെയും 2 പേർ വീതമുള്ള ഗണമാക്കി അയച്ചിരുന്നു. നീണ്ട അലച്ചിലിനു ശേഷം തിരികെ എത്തിയ അവർക്ക് വിശ്രമം വേണമായിരുന്നു. പക്ഷേ ആ ദിനം അവിടെ വന്നു കൂടിയ ആൾക്കൂട്ടത്തിൻ്റെ പെരുപ്പം കാരണം ഭക്ഷണം കഴിക്കാനുള്ള ഒഴിവ് പോലും അവർക്ക് കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു വിജനസ്ഥലത്തേക്ക് പോകാനായി അവർ തീരുമാനിച്ചത്. പക്ഷേ വിശ്രമിക്കാനായി അവർ എത്തിച്ചേർന്ന ഇടത്ത് അനാഥമായ ആട്ടിൻപറ്റമെന്ന പോലെ ഒരാൾക്കൂട്ടമുണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞ് യേശു അവരെ പഠിപ്പിക്കാൻ തുടങ്ങിയെന്നാണ് സുവിശേഷത്തിൽ മർക്കോസ് എഴുതി വയ്ക്കുന്നത്. സ്വസ്ഥമായ ഒരിടം, ഭക്ഷണം, വിശ്രമം, ഇതൊക്കെ അവരുടെ ആവശ്യം മാത്രമല്ല, അവരുടെ അവകാശവും കൂടിയായിരുന്നു. അത്രത്തോളം അവർ അധ്വാനിച്ചിരുന്നു. പക്ഷേ വേദനിക്കുന്ന മനുഷ്യരെ കണ്ടപ്പോൾ അവർ തങ്ങൾക്കുള്ളത് വേണ്ടെന്ന് വെച്ചു. അപരൻ്റെ നിസ്സഹായതകൾക്ക് മുൻപിൽ ഒരാൾ തനിക്കു വേണ്ട ആശ്വാസവും സന്തോഷവും പങ്കുവയ്ക്കാൻ കാട്ടുന്ന സന്നദ്ധതയുടെ പേരാണ് കരുണ. മിച്ചമുള്ളതിൽ നിന്നുള്ള കൊടുക്കലല്ല, ആകെ ഉള്ളതിൽ നിന്നുള്ള വീതം വയ്ക്കലാണത്. അത് ധനത്തിൻ്റെ പങ്കുവയ്പ്പ് മാത്രമല്ല. എനിക്ക് ആശ്വാസവും സന്തോഷവും അനുഭവിക്കാൻ വേണ്ടി ഞാൻ മാറ്റിവെച്ചതിൽ മറ്റൊരാൾക്കും കൂടി വിഹിതം നൽകുന്ന പ്രവൃത്തിയാണത്. നമ്മുടെ വീട്ടിലേക്ക് നോക്കിയാൽ അവിടെ ഇതുപോലുള്ള സംഭവങ്ങൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട്. ഏതൊരു പെൺശരീരവും ഒന്ന് ചുരുണ്ടുകൂടി കിടക്കാൻ ആശിക്കുന്ന ക്ലേശദിനങ്ങളുണ്ട് എല്ലാ മാസത്തിലും. എന്നിട്ടും അവർ എല്ലാ ദിവസത്തെയും എന്ന പോലെ അടുക്കളയിലേക്ക് കയറുകയും തുണി അലക്കുകയുമൊക്കെ ചെയ്യുമ്പോൾ, വല്ലാതെ വയ്യാഞ്ഞിട്ടും ലോണും ഫീസുമൊക്കെ അടയ്ക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ടവർ ജോലിക്കിറങ്ങുമ്പോൾ, ഓട്ടോ കൂലി ലാഭിക്കാനായി ദീർഘദൂരം നടക്കാൻ തയ്യാറാകുമ്പോഴൊക്കെ അവരുടെ ആശ്വാസത്തിൽ വീട്ടിലുള്ളവർ പങ്കുപറ്റുന്നുണ്ട്. ബിരിയാണി കഴിക്കാൻ കൊതി തോന്നുമ്പോഴും ഹോട്ടലിൽ നിന്നും സ്പെഷ്യലൊന്നുമില്ലാത്ത ഊണ് ഓർഡർ ചെയ്യുമ്പോൾ ഒരാൾ തൻ്റെ സന്തോഷം വീട്ടുകാരുമായി വീതം വയ്ക്കുന്നുണ്ട്. സ്നേഹാധിക്യം കൊണ്ട് ഒരാൾ തൻ്റെ സന്തോഷവും ആശ്വാസവും പങ്കുവയ്ക്കുമെങ്കിലും കൂടെയുള്ളവർ അത് തിരിച്ചറിയുകയോ വിലമതിക്കുകയോ ചെയ്തില്ലെന്ന് വരും. അവർ പരാതി പറയുകയും കലഹിക്കുകയും ചെയ്തേക്കാം. അന്നേരം സ്വാഭാവികമായും വേദന തോന്നും. പക്ഷേ ഒരു കാര്യം ആ നിമിഷം ഓർത്തേക്കണം: അതൊക്കെയും ചെയ്തത് അവരോടുള്ള സ്നേഹം കൊണ്ടല്ലേ, നല്ല വാക്കുകൊണ്ട് അലങ്കരിച്ച ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയല്ലല്ലോ. യേശുവും അങ്ങനെയായിരുന്നില്ലേ? അവൻ്റെ അത്ര അഗാധമായ സമർപ്പണത്തിനു മേലും എത്രമാത്രം ആക്ഷേപങ്ങളാണ് ചുരിയപ്പെട്ടത്. എങ്കിലും അവൻ തൻ്റെ നന്മയുടെ പ്രകാശനങ്ങളെ പിൻവലിച്ചില്ലല്ലോ. മനസ്സിലാക്കുന്നതും അംഗീകരിക്കുന്നതുമൊക്കെ ചുറ്റുമുള്ളവരുടെ ഹൃദയവലിപ്പം അനുസരിച്ചിരിക്കും. അതിൻ്റെ പേരിൽ നമ്മൾ നാം അല്ലാതാകേണ്ടതുണ്ടോ?
അവൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനുള്ള ശ്രമത്തിലാണല്ലോ നമ്മൾ. അത് നിർത്തിക്കളയണ്ട. പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ സന്തോഷങ്ങളെ പങ്കുവയ്ക്കാനുള്ള വലുപ്പം എൻ്റെ ഹൃദയത്തിനും ഉണ്ടാകട്ടെ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.